ഒരു ബിഗ് ബോസ് താരം ജിൻഡോയുടെ പേര് പറയുന്നു. അത് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ കേസുമായിട്ടാണ് വരുന്നത്. ആ കേസിൽ ജിൻഡോ ഇപ്പൊ പറയുന്നു ഞാനൊന്നും ഉപയോഗിക്കാത്ത ആളാണ്. പേഴ്സണലി നമുക്കും അറിയാം അങ്ങനെയുള്ള ആളല്ല, എന്റെ പേഴ്സണലാണ്. ഒരു ഒറ്റ കാര്യമുള്ളൂ, എന്തുകൊണ്ടാണ് ജിൻഡോയുടെ പേര് പറയാൻ ഒരു കാരണമായത്? നേരത്തെ പറഞ്ഞു നമ്മൾ സഹായിച്ചുകൊണ്ട് മൊബൈൽ ചാറ്റുകളുണ്ടാകുന്നത്. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ നോട്ടീസിലോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് പിടികൂടിയപ്പോഴാണ് ഈ കേസ് വന്നത്. നടന്മാരുടെ കേസ് കേസ് പറയുന്നത് ഈ പെൺകുട്ടി അറിയുന്നു. ഞാൻ ഈ പെൺകുട്ടി ആരെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെയ്ക്ക് വ്യക്തമായിട്ടില്ല. ഇതുവരേക്ക് എനിക്ക് ഇന്ന ആളാന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. പക്ഷേ അതായത് ഇന്ന് ഇതുവരെ എനിക്ക് ബിഗ് ബോസിന് ഇറങ്ങിയപ്പോൾ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ സത്യം പറഞ്ഞാൽ എന്റെ കൂടെ നടക്കുന്ന ആൾക്കാരുടെ പേരും കാര്യങ്ങളും ഞാൻ പറഞ്ഞു നോക്കുന്ന ആളാണ്. എനിക്ക് മനസ്സിലാവില്ല. കാരണം ഒരു ഫോൺ നമ്പർ വരുമ്പോൾ വരെ ഞാൻ നമ്പർ നോക്കിയിട്ട് ആ നമ്പർ കട്ടായി കഴിഞ്ഞിട്ട് വേഗം എടുത്ത് വാട്സപ്പ് നോക്കണം. അപ്പൊ നോക്കിയപ്പോ വാട്സപ്പിൽ എല്ലാ ചാറ്റിങ് പറഞ്ഞു. ആ അവസ്ഥയാണ് എൻ്റെ ഇപ്പം. കാരണം ഇത് നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ് ആ അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മള് ആരാണെന്നറിയില്ല, ഇത് ആരാണെന്നറിയില്ല, എന്താണെന്നറിയില്ല. ഞാൻ പലർക്കും ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. എന്ത് കേസ് പിടിക്കപ്പെട്ട ആൾക്കാരാണോ നമ്മൾ എന്ത് കേസിൽ സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളോട് എന്ത് പറയണോ അതനുസരിച്ച് നമുക്ക് നീങ്ങാൻ നമ്മൾ റെഡിയാണ്, സഹകരിക്കണം. കാരണം ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരല്ല. നമ്മൾ ഫിറ്റ്നസ് സെന്റർ നടത്തുന്ന ആളാണ്. എന്റെ ഗതികേട് കൊണ്ട് ഞാൻ വലിച്ചു തുടങ്ങി. അതും ഒരു ചെറുതായിട്ട് കുറച്ച് കൊണ്ടുവരുന്ന ആളാണ്. സീട്ട് വലി വരെ ഞാൻ ദിവസങ്ങൾ പറഞ്ഞ കാര്യമാണ്. ഞാൻ പിടിച്ചിരുന്ന സാധനം ഇതാണ്. അതുവരെ ഞാൻ കുറച്ച് കൊണ്ടുവരുന്ന ആളാണ്. ആ സമയത്ത് നമുക്ക് മറ്റുള്ള കാര്യങ്ങളോട് നമുക്ക് താല്പര്യമില്ല, അത് ചെയ്യുന്നവരോടും നമുക്ക് താല്പര്യമില്ല. ഈ ഫിറ്റ്നസ് സെന്ററിലായാലും എവിടെയായാലും ഇവിടെ വന്നവരോട് നമ്മൾ ഉപദേശിക്കുന്നത് നിങ്ങൾ അത് ഉപയോഗിക്കില്ലെന്ന് നമ്മൾ ഉപദേശിക്കുന്ന ആളാണ്. നമ്മള് ആ ഒരു നോട്ടീസ് റിസീവ് ചെയ്യുന്നതിനേക്കാളും മുന്നേ അറസ്റ്റ് ചെയ്തു എന്ന് പറയും പോലെയുള്ള ന്യൂസുകൾ സ്പ്രെഡ് ആവുമ്പോൾ ഗൂഢാലോചന അല്ലാതെ അതിനപ്പുറം അതിലൊന്നും പറയാനില്ല. എന്തായാലും ജിൻഡോയ്ക്കും 2-3 ആൾക്കാർക്കെല്ലാം നോട്ടീസ് അയച്ചിട്ടുള്ളത്. അതിനപ്പുറം ഒരുപാട് പേർക്ക് നോട്ടീസ് അവിടുന്ന് പോയിട്ടുണ്ട്. ബാക്കി വ്യക്തികളുടെ പേരൊന്നും വന്നിട്ടില്ല. അപ്പോ തീർച്ചയായിട്ടും ഇത് ഗൂഢാലോചന. ജിൻഡോയുടെ പേരും മെൻഷൻ ചെയ്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്ത് വിട്ടിട്ടില്ല. ഇല്ല, ഞാൻ എനിക്കൊരു കാര്യം പറയാന്നുണ്ടെങ്കിൽ അത് എന്നെ വിളിപ്പിച്ചേക്കണത് ആരാളോ അവര് എന്റെ പേര് പറഞ്ഞു പറഞ്ഞിട്ടില്ല. എന്റെ ട്രാൻസാക്ഷൻ നടന്നു വേണ്ടെന്ന് തെറ്റായ കാര്യങ്ങൾ പറയുന്നു. അതായത് എന്നെ വിളിപ്പിച്ചാണ് അവരെന്റെ പേര് പറഞ്ഞിട്ടില്ല. അതായത് എന്നെ വിളിപ്പിച്ചേക്കണത് എന്റെ ഇതിനകത്ത് ട്രാൻസാക്ഷൻ നടന്നുള്ള ഭാഗമായിട്ടാണ്, അല്ലാതെ എന്റെ പേര് പറഞ്ഞു പറഞ്ഞല്ല. മനസ്സിലായോ? അതായത് അവര് പേര് പറഞ്ഞുള്ളത് നിങ്ങൾ ആരും കേട്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഇല്ല. ഇവര് സംഭവിച്ചത് ഈ മീഡിയ, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് ഇന്നലെ കൂടി ഞാൻ വിളിച്ചു ചോദിച്ചു. ഇങ്ങോട്ട് വന്നേലും ഇന്നലെ രാത്രി കൂടി ഞാൻ വിളിച്ചു ചോദിച്ചു, സാറേ ഇത് എന്താണ് സംഭവം, എന്തിനാണ് എന്നെ വിളിച്ചത്, കാര്യം ഇങ്ങനെ എന്നെ ചോദിച്ചേ. അപ്പൊ പറഞ്ഞു ജിൻഡോ ആണ് ഈ അന്വേഷണം നടത്തണമെങ്കിൽ, ഇങ്ങനെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് ചെറിയ അതായത് എന്താ പറയാ, ആരാണ് എനിക്ക് സത്യം പറഞ്ഞ പറയണ ആളാരെന്ന് വ്യക്തമല്ല എനിക്ക്. അങ്ങനെ ഞാൻ ക്ലിയർ ആയിട്ട് പറയും എന്തിനാണുള്ളത്. മനസ്സിലായോ? എനിക്ക് പറയണ ആളെ ഒരു വ്യക്തിയല്ല, എനിക്ക് ക്ലിയർ അല്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ ന്യൂസ് കേട്ടപ്പോ ഞാൻ ഇന്നലെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഓടി കളിച്ചൂടെ? ഞാൻ ഓടി കളിച്ചില്ല, ഞാൻ അവിടെ തന്നെ ഇരിക്കല്ലേ. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, അങ്ങനത്തെ ഒരു പേടിയുമില്ല. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ അവരുടെ കേസ്, അതായത് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ 1-2 നടക്കുന്നത് ചെറിയ പൈസയാണ്. പൈസയുടെ ട്രാൻസാക്ഷൻ നടന്നപ്പോ അതെന്താണെന്നറിയാൻ ജിൻഡോ ആണെങ്കിൽ വിളിച്ചു വരത്തില്ലേ? അത്ര ചെയ്തുള്ളൂ, അല്ലാണ്ട് അവര് പേര് പറഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനത്തെ ഒരു പ്രചരണം നിങ്ങൾ ഉണ്ടാക്കില്ലേ? കാരണം വെച്ചാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അവരുടെ മൊബൈൽ ട്രാൻസാക്ഷൻ കണ്ടു, അവരുടെ മൊബൈലിൽ ട്രാൻസാക്ഷൻ കണ്ടു, അവർ വിളിച്ചു. ഇത്രയുള്ളൂ. ഞാൻ അവരുടെ ആരാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടിയ പൈസയിൽ ഒരു 3/4 ഭാഗവും ഞാൻ മറ്റുള്ളവർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നിങ്ങൾ കണ്ട കുട്ടിയുടെ കല്യാണം നടത്തിയ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നില്ല. അപ്പൊ പല കാര്യങ്ങളും ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ള ആളാണ്.